ഹലോ നമസ്കാരം, പുതിയ കാഴ്ചകളിലേക്ക് ഏവർക്കും സ്വാഗതം. ആൻഡമാനിലെ രണ്ടാമത്തെ ദിവസത്തെ യാത്ര നമ്മൾ തുടങ്ങുകയാണ്. ഇന്നത്തെ യാത്ര ഹാവ്ലോക്ക് എന്ന ഐലൻഡിലേക്കാണ്. അപ്പോൾ ഇന്നലത്തെ അനുഭവം ഗുരു എന്നുള്ള രീതിയിലാണ് യാത്ര നേരത്തെ ആക്കിയത്. ഇവിടുത്തെ പ്രഭാത കാഴ്ചകളാണ്. എന്തായാലും വളരെ മനോഹരമായ ഒരു അന്തരീക്ഷം. ഇവിടെ വെളുപ്പിന് 4:30 എന്ന് പറയുന്ന സമയത്ത് നേരം നല്ലോണം വെളുത്തിരിക്കും. എല്ലാവരും വളരെ വളരെ ഉത്സാഹത്തോടുകൂടിയാണ് ഇരിക്കുന്നത്. ആദ്യമായിട്ടാണ് പലരും കടൽ യാത്ര ചെയ്യാൻ പോകുന്നത്, അതും ഷിപ്പിലൂടെ, കടലിൻ്റെ ഉള്ളിലൂടെയുള്ള യാത്ര. നമ്മുടെ ഈ യാത്രയുടെ തുടക്കം മുതൽ സമയക്ലിപ്തതയുടെ ഒരു പോരായ്മ നമ്മളെ വിടാതെ പിന്തുടരുന്നുണ്ട്. എന്തായാലും അംഗസംഖ്യ കൂടുന്നതിനനുസരിച്ചുള്ള കുഴപ്പങ്ങളാണ് ഇതെല്ലാം. പക്ഷെ അതൊക്കെ നമ്മൾ എന്തായാലും അതെല്ലാം തരണം ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകും. ഹാവ്ലോക്കിലേക്ക് ഒരാൾക്ക് 1700 രൂപയാണത്രേ ഷിപ്പിംഗ് ചാർജ്. ടിക്കറ്റൊക്കെ നമ്മൾ നേരത്തെ എടുത്തു വച്ചിരിക്കുകയാണ്. അപ്പോൾ ബോർഡിംഗ് ടിക്കറ്റിനൊപ്പം ആധാർ കാർഡുകളും നമ്മളവിടെ കാണിക്കണം. അപ്പോൾ ജനറൽ ചെക്കിംഗ് പ്രൊസീജിയറൊക്കെ നമ്മുടെ വേഗത്തിൽ കഴിയാനുള്ള ആ ഒരു ക്യൂവിൽ നമ്മൾ നിൽക്കുകയാണ്. ഇതിനായിട്ട് നമ്മൾ നേരത്തെ ഡ്രസ് കോഡും ചെരുപ്പടക്കം ഒരേപോലെ എല്ലാവരും കരുതിയിട്ടുണ്ട്. അപ്പോൾ ഒരു ഫോട്ടോ എടുത്തേക്കാം. കേട്ടത് ശരീരമല്ല, രാജേന്ദ്രൻ ഒച്ചത്തിൽ വിളിച്ചു പറയുകയാണ്. നമ്മൾ ഈ വലിയ ഷിപ്പ് കണ്ടപ്പോൾ അതിലേക്ക് കയറാമെന്നുള്ള ഒരു സന്തോഷത്തോട് ചെന്നതാണ്. അപ്പോൾ നമുക്ക് പോകേണ്ടത് അതിലല്ല. നിങ്ങൾ എവിടെയാണ് കൂടുംകുളക്കുമായിട്ട് പോകുന്നത്? നമുക്ക് തിരിച്ച് നടക്ക്, ഇതിൽ വന്ന് കയറുന്നതാണ് വിളിച്ചു പറയുന്നത്. അപ്പോൾ തിരിച്ച് നടക്കാം, എന്നിട്ട് നമുക്ക് ഈ ചെറിയ ഷിപ്പിൽ കയറാം. എല്ലാവരും ഇങ്ങോട്ട് വാ, എല്ലായിടത്തും ഓക്കെ. അങ്ങനെ നമ്മുടെ വെസൽ പുറപ്പെട്ടു കഴിഞ്ഞു. ഇനിയിപ്പോൾ കടൽ കാഴ്ചകളിലേക്ക് നമുക്ക് കടക്കാം. നമ്മുടെ ഷിപ്പിൻ്റെ വേഗത ഒന്ന് നേരിട്ട് കാണാം. 2 മണിക്കൂറാണ് ഇവിടെ നിന്നുള്ള യാത്രാ സമയം. ആ സമയം നമുക്ക് കടൽ കാഴ്ചകളൊക്കെ ആസ്വദിക്കാം, ഒന്നിച്ച് സന്തോഷങ്ങൾ പങ്കുചേരാം, ഭക്ഷണം കഴിക്കാം. അങ്ങനെയുള്ള ഒത്തിരി കലാപരിപാടികളുമായിട്ട് നമ്മൾ ഇനി മുന്നോട്ട് പോവുകയാണ്. നമ്മുടെ രാജേഷിന് വിശപ്പിൻ്റെ അസുഖം ഉണ്ടെന്നാണ് രമ്യ പറയുന്നത്. ഇവിടെ ഈ എഴുതി വച്ചിരിക്കുന്ന മെനു കാർഡ് പരിശോധിച്ചാൽ അറിയാം കഴിക്കണോ വേണ്ടയോ എന്നൊക്കെ. ചെറിയ സമൂസയ്ക്ക് പോലും വെറും 150 രൂപ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി കഴിക്കണോ വേണ്ടേ എന്നൊക്കെ നമ്മൾ തീരുമാനിക്കാം. എന്തായാലും ഇതൊന്നും ബാധകമല്ല എന്ന മട്ടിൽ ഒരാൾ ഇവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. പോർട്ട് ബ്ലെയറിൽ നിന്നും ഹാവ്ലോക്കിലേക്ക് ഒരാൾക്ക് 1700 രൂപയാണ് ഷിപ്പിംഗ് ചാർജ്. നിങ്ങളുടെ എക്സ്പീരിയൻസ്? നല്ലൊരു എക്സ്പീരിയൻസ്. ആദ്യമായിട്ടാണ് ഷിപ്പിൽ കയറുന്നത്. ഞങ്ങളെല്ലാം കണ്ടോണ്ടിരിക്കുകയാണ്. അടിപൊളി യാത്രയാണ്. ദീപക്ക് എന്താണ്? ഞാനും ഷിപ്പിൽ ആദ്യമായിട്ടാണ്. നല്ല അടിപൊളിയാണ്. കുട്ടികളൊക്കെ വളരെ ആഹ്ലാദത്തിലാണ്. അവർ ഫോട്ടോഷൂട്ടിലേക്ക് കടക്കുകയാണ്. കടലിൻ്റെ മനോഹാരിത കണ്ടറിയണമെങ്കിൽ, അനുഭവിച്ചറിയണമെങ്കിൽ, ആസ്വദിക്കണമെങ്കിൽ അത് ഇവിടെ തന്നെ വരണം. ഒത്തിരി ഇടങ്ങളിലൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഇതുപോലെ നമ്മളെ രഞ്ജിപ്പിക്കുന്ന അനുഭൂതികൾ നമുക്ക് വിളമ്പിത്തരികയാണ് പ്രകൃതി ഇവിടെ. ദ്വീപുകളുടെ മഹാസംഗമ സ്ഥലമാണ് ഇവിടം. ഒന്നും രണ്ടും ദ്വീപല്ല, ഏകദേശം 571 ദ്വീപുകൾ ഇവിടെ ഉണ്ടെന്നാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. അതിൽ 80% കാടുകളാണ്.
ഇവിടെ മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേക തരം മരമുണ്ട്, ആൻഡമാൻ പടാക്ക്. അത് മുറിച്ചു കടത്തുവാൻ മ്യാൻമറിൽ നിന്ന് വരെ കടൽക്കള്ളന്മാർ ഇങ്ങോട്ട് വരുമെന്നാണ് പറയുന്നത്. എന്തായാലും സുന്ദരമായ കാഴ്ചകൾക്ക് യാതൊരു പഞ്ഞമില്ലാത്ത ദ്വീപുകളാണ്. അങ്ങനെ ദ്വീപുകൾ പലയിടങ്ങളിലായി ചിന്നി ചിതറിക്കിടക്കുകയാണ്. ചില ദ്വീപുകളിലേക്ക് എത്താൻ തന്നെ 2-ലേറെ ദിവസങ്ങൾ വേണം എന്നൊക്കെയാണ് പറയുന്നത്. ഷിപ്പിൽ 2 ദിവസം ഒക്കെ ഇരുന്നാലുള്ള ചില ദ്വീപുകളിലേക്ക് എത്തിപ്പെടാൻ പറ്റുള്ളൂ. ഷിപ്പിൻ്റെ മുൻഭാഗത്തായിട്ടാണ് ബാഗുകളൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് കളക്ട് ചെയ്യണം. എന്നിട്ട് ഇവിടുന്ന് പെട്ടെന്ന് പോകാനുള്ള നമ്മുടെ വണ്ടി പുറത്ത് കാത്തു കിടക്കുന്നുണ്ട്. അവർ വിളിച്ചപ്പോൾ അവരെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഹോട്ടലിലേക്ക് പോകാം. അങ്ങനെ സൈറൻ മുഴക്കി നമ്മുടെ കപ്പൽ തീരത്തേക്ക് അടുക്കുകയാണ്. അവിടെ ഒത്തിരി സഞ്ചാരികളെ കാത്ത് തീരങ്ങളിൽ ഒത്തിരി ചെറിയ ബോട്ടുകൾ കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് രാധാനഗർ എന്ന ഒരു ഹോട്ടലിലാണ് മുറികളൊക്കെ ബുക്ക് ചെയ്തിരിക്കുന്നത്. അധികം സമയമൊന്നും വെറുതെ പാഴാക്കി കളയാനില്ല. വേഗം റെഡിയാക്കിയിട്ട് അടുത്ത യാത്രക്കായിട്ട് ഒരുങ്ങണം. അപ്പോൾ നമുക്ക് വേഗം ഇവിടുത്തെ ഇനി ഇറങ്ങിപ്പോകുന്നതിന് വലിയ പ്രൊസീജിയറൊന്നും അങ്ങനെ ഇല്ല. നമുക്ക് പെട്ടെന്ന് ഇറങ്ങി പോകാൻ പറ്റും. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. എന്തായാലും പോകുന്നതിന് മുമ്പ് ഇവിടുത്തെ തീരക്കാഴ്ചകൾ നിങ്ങൾക്കൊന്ന് കാണാം. ഇപ്പോൾ നമ്മളതാ നമ്മുടെ ഹോട്ടലിലെത്തി കഴിഞ്ഞു. ഇനിയിപ്പോൾ കുറച്ച് നേരം നമുക്കൊന്ന് വിശ്രമിച്ചിട്ട് ഉടനെ ഒന്ന് ഫ്രഷപ്പായിട്ട് ഉടനെ തന്നെ പുറത്തേക്ക് ഇറങ്ങണം. എന്നാലും നമ്മളുടെ ഇന്നത്തെ പ്രോഗ്രാമൊക്കെ വളരെ നന്നായിട്ട് നമുക്ക് ചാർട്ട് ചെയ്ത പോലെ നടക്കും. ഇതാണ് നമ്മുടെ റൂം. വലിയ കുഴപ്പമില്ല, നല്ല റൂമാണ്, വൃത്തിയൊക്കെ ഉണ്ട്. നമ്മൾ എന്തായാലും ഇവിടെ ഒത്തിരി സ്പെൻഡ് ചെയ്യാനൊന്നുമില്ല. രാത്രി കിടക്കാൻ നേരത്ത് കുറച്ച് നേരം വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മളിപ്പോൾ തന്നെ പുറത്തേക്ക് ഇറങ്ങും. എന്തായാലും മഴ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ ഇങ്ങനെ പിന്തുടരുകയാണ്. മഴയിൽ നനഞ്ഞ് നമുക്ക് അടുത്ത യാത്രയിലേക്ക് പോകാം. നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് കാലാപത്തർ എന്ന ബീച്ചിലേക്കാണ്. കടലിൻ്റെ സൗന്ദര്യം നമുക്ക് വർണ്ണിക്കുന്നതിന് മുമ്പ് നമുക്ക് മഴയുടെ സൗന്ദര്യം ഒന്ന് ആസ്വദിക്കാം. അതിസുന്ദരമായ മഴ, അന്തസ്. കടലിന് ഇങ്ങനെ രൂപമാറ്റം സംഭവിക്കുമോ? ഇത്രക്കേറെ സൗന്ദര്യം ഇതെങ്ങനെ ആവാഹിച്ചെടുത്തു? ഇങ്ങനെയുള്ള 100 ചോദ്യങ്ങളാണ് ഈ തീരത്ത് നമുക്ക് നിൽക്കുമ്പോൾ ഓരോരുത്തർക്കും തോന്നിയിട്ടുള്ളത്. എന്തായാലും കടല് നമ്മളെ അങ്ങോട്ട് ക്ഷണിക്കുകയാണ്. വളരെ ഒരു വല്ലാത്തൊരു വൈബാണ് ഇവിടെ കാണുന്നത്. അതായത് നീലയും പച്ചയും നിറഞ്ഞ ഒരു നിറത്തിലുള്ള ഒരു ബീച്ച്. നമുക്ക് പലപ്പോഴും ഇങ്ങനത്തെ ഒരു ബീച്ച് എൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ല. ലോകത്തിലെ തന്നെ പ്രധാനപ്പെട്ട ബീച്ചുകളിൽ ഒന്നായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ ബീച്ച് നമുക്ക് കണ്ട് തന്നെ അതിൻ്റെ വൈബ് അനുഭവിച്ച് തന്നെ അറിയണം. വളരെ ഉത്സാഹത്തിലാണ്. വളരെ നല്ല മഴയും നല്ല വെയിലും എന്ന് പറഞ്ഞ പോലെ ഇത് നമ്മൾ പലയിടത്തും കണ്ടിട്ടില്ല ഇത്തരം ഒരു അനുഭവം. അത് ഇവിടെ മാത്രം നമുക്ക് ദർശിക്കാനാവുന്ന ഒന്നാണ്. അപ്പോൾ നമുക്ക് ഈ ആഘോഷത്തിലേക്ക് നമുക്ക് അങ്ങോട്ട് ഇറങ്ങാം. പിന്നെ അടപ്പരുത്തി എന്ന് പറഞ്ഞൊരു സംഭവമാണ് ഇവിടെയൊക്കെ. ഇതുണ്ട്, ഈ ഒരു മരം നമ്മുടെ ഇവിടെ നാട്ടിലൊക്കെ ഉണ്ട്, എന്നാലും ഇതാണ് ഇവിടെ കൂടുതലായിട്ട് കാണുന്നത്. ചിലരൊക്കെ വെള്ളം കുടിക്കുന്നുണ്ട്. എന്തായാലും അതൊന്നും ഒരു പ്രശ്നമല്ല എന്നുള്ള രീതിയിലാണ് വീണ്ടും അവരൊക്കെ കടലിലേക്ക് അങ്ങനെ ഇറങ്ങി പോവുകയാണ്. അവിടെ ഒരു നായ കുഴി തിരഞ്ഞ് അവൻ്റെ റേഡിയേറ്റർ തണുപ്പിക്കുന്നുണ്ട്. നമുക്കിനി ഇവിടുത്തെ കാഴ്ചകൾ ഏകദേശം കഴിഞ്ഞു. ഇനി നമുക്ക് പല കാഴ്ചകൾ കാണേണ്ടതുണ്ട്. അതുകൊണ്ട് ഇനി അടുത്തത് രാധാനഗർ ബീച്ചിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇനി അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും കാണാം. നമ്മുടെ കൂടെ ക്ഷണിക്കപ്പെടാത്തൊരു അതിഥി കൂടെയുണ്ട്, മഴ. അത് നമ്മളെ പിന്തുടർന്നിങ്ങനെ നടക്കുകയാണ്. ഇന്നത്തെ യാത്രയ്ക്ക് മുന്നേ നമ്മുടെ ടൂർ ഓപ്പറേറ്ററായ നവാസ് പറഞ്ഞിരുന്നു, നിങ്ങളെല്ലാവരും രാവിലെ കുടയെടുത്ത് വണ്ടിയിൽ വെക്കണം, അതെപ്പോഴും കയ്യിൽ കരുതണം, ഏത് നിമിഷം വേണമെങ്കിലും മഴ പ്രതീക്ഷിക്കാം. അങ്ങനെ കുടയെല്ലാം എടുത്തു. പക്ഷേ ഈ മഴ നമ്മൾ നനഞ്ഞിരിക്കും. ഇത് നനയാൻ ഇഷ്ടമില്ലാത്തത് ആരും ഉണ്ടാവില്ല ഈ കൂട്ടത്തിൽ.
വിശാലമായ തീരത്തിനപ്പുറം നിബിഡ വനങ്ങളാണ്. പുന്നയും കൈതോലയും തീരത്ത് മുടിയഴിച്ചിട്ടങ്ങനെ ആടുകയാണ്. അതിനുള്ളിലായി ചില റിസോർട്ടുകളും കാണുന്നുണ്ട്. അവയ്ക്കിടയിൽ 2-3 പേർ പിടിച്ചാൽ കയ്യെത്താത്ത ഇതുപോലുള്ള മരങ്ങളും. ഈ ബീച്ചിലൂടെ അലസമായി തേരാപ്പാരെ നടക്കാൻ ആഗ്രഹിക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. പവിഴപ്പുറ്റുകൾ തീർത്ത കൽപ്പടവുകൾക്കിടയിലൂടെ ഊളിയിട്ട് പാഞ്ഞു പോവുകയാണ് കുഞ്ഞൻ മത്സ്യങ്ങൾ. ഈ കാണുന്നത് കൈതച്ചക്കയാണ്. ഇതിൻ്റെ ഓല വെച്ചിട്ടാണ്, ഈ കൈതോല വെച്ചിട്ടാണ് പായൊക്കെ ഉണ്ടാക്കുന്നത്. പായ അതുപോലെ തന്നെ ഒത്തിരി കരകൗശല വസ്തുക്കളൊക്കെ ഇതുകൊണ്ട് ഉണ്ടാക്കും. കടലിനുള്ളിലേക്ക് ഊളിയിട്ട് പൊങ്ങി വരുമ്പോൾ ഓരോരുത്തരും യുവാക്കളായിട്ട് മുങ്ങിപ്പൊങ്ങുകയാണ്. നമ്മുടെ പ്രതീക്ഷകളും അതോടൊപ്പം ഉയരുകയാണ്. രാധയുമായി ലഭിക്കാൻ പറ്റിയ ഏറ്റവും മികച്ച സമയം രാവിലെ 10 മുതൽ വൈകുന്നേരം 4 മണി വരെയാണ്. ഇവിടുത്തെ സൂര്യാസ്തമയവും ഒരു ഒന്നൊന്നര കാഴ്ച തന്നെയാണ്. പക്ഷേ അത് കാണുവാൻ തരമില്ല. ലൈഫ് ഗാർഡുകൾ സഞ്ചാരികളെ ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അസാധ്യമായ വേലിയേറ്റമാണ്. ഈ കാണുന്നതൊന്നുമല്ല. വൈകിട്ട് കുളിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും അസാധ്യമായ വിശപ്പാണ്. അപ്പോൾ ഇനി അതിനൊരു പരിഹാരം എന്നോണം നമുക്ക് ഈ ഹോട്ടലിലൊന്ന് കയറി പരീക്ഷിച്ച് കളയാം. രാധാനഗർ ബീച്ചിനടുത്തുള്ള പ്രശസ്തമായ ഒത്തിരി സ്ഥലങ്ങളുണ്ട്. നീൽ കേവ് തടാകം, വിജയനഗർ ബീച്ച്, എലിഫൻറ്റ് ബീച്ച്, അങ്ങനെ ഒത്തിരി സ്ഥലങ്ങളും ഇനി എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. ഇവിടുത്തെ പകലിന് വളരെ ആയുസ് കുറവാണ്. വൈകിട്ട് 5 മണിയായപ്പോൾ തന്നെ ഇരുട്ട് വ്യാപിച്ചു തുടങ്ങി. ഇവിടെ സഞ്ചാരികൾക്കായിട്ട് ഒരുക്കിയിരിക്കുന്ന ഹോട്ടലിൻ്റെ മുന്നിലെ മത്സ്യ വിഭവങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം. ജീവനുള്ളവയും അല്ലാത്തവയുമായ ഒട്ടേറെ മത്സ്യങ്ങൾ ഇവിടെ നിരത്തി വച്ചിരിക്കുകയാണ്. കാഴ്ചയുടെ വാതായനങ്ങൾ നമുക്ക് മുന്നേ മലർക്കെ തുറന്നിട്ടിരിക്കുകയാണ്. കടലിൻ്റെ തിരുനെറ്റിയിൽ തൊട്ട ചന്ദ്രക്കലയാണോ എന്ന് തോന്നും പോലെ ലേശം വളഞ്ഞ് ഏകദേശം 2 കിലോമീറ്ററോളം നീണ്ടു പരന്ന് കിടക്കുകയാണ് ഈ വശ്യസുന്ദരി. കാമുകനായ ആകാശം മെല്ലെ താഴ്ന്നിറങ്ങി വന്ന് അവളെ തൊട്ട് തലോടി അടിമുടി വാരി പുണരുകയാണ്. ഈ വശ്യചാരുത ഇവൾക്ക് മാത്രം സ്വന്തം. ലോകത്തിലെ തന്നെ 7 സൗന്ദര്യമുള്ള കടലുകളുടെ ഗണത്തിൽപ്പെട്ട ഇവളുടെ മാദക സൗന്ദര്യത്തിൽ മതിമയങ്ങി മുങ്ങി നിവരാൻ കൊതിക്കാത്തവരായിട്ട് ആരും തന്നെ ഇവിടെ കാണില്ല. മനസ്സിൽ ഒരിക്കലും മായാത്ത ഈ വർണ്ണചിത്രങ്ങൾ ജീവിതകാലം മുഴുവനും നമ്മളെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും. ഇപ്പോൾ കാഴ്ചകൾ തീരുന്നില്ല. നമ്മൾ ഇനി റൂമിലേക്ക് മടങ്ങുകയാണ്. അവിടെ ചെന്നിട്ട് വേണം നമുക്ക് രാത്രി കാഴ്ചകളിലേക്ക് പോകാൻ. ഇവിടുത്തെ ടൗൺഷിപ്പ് നമുക്കൊന്ന് കാണാം. ടൗൺഷിപ്പ് എന്ന് പറയാൻ അത്ര വലിയ സംഭവമൊന്നുമല്ല. കുറച്ച് കടകളും ഒരു ചെറിയ മാർക്കറ്റും ഒക്കെ കൂടിയ ഒരു സ്ഥലമാണ്. നവരാത്രി കാലമാണല്ലോ. വഴിനീളെ എല്ലാം ആളുകളൊക്കെ ഇങ്ങനെ തിരക്ക് പിടിച്ച് നടക്കുകയാണ്. ഒത്തിരി സ്ഥലങ്ങളിൽ അമ്പലം താൽക്കാലികമായിട്ട് ഉണ്ടാക്കിയതാണെന്നാണ് തോന്നുന്നത്. അവിടെയൊക്കെ ഇങ്ങനെ ദുർഗാദേവിയുടെ ചിത്രങ്ങളും പ്രതിമകളും ഒക്കെ വെച്ചിട്ട് ആളുകൾ വന്ന് പൂജിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് നമുക്കൊന്ന് പുറത്തേക്ക് ഒന്ന് പോയിട്ട് ഇവിടുത്തെ മാർക്കറ്റിൻ്റെ കാഴ്ചകളും ഒന്ന് നിങ്ങളോട് പങ്കുവെക്കുകയാണ്. പച്ചക്കറികൾ കണ്ടു കഴിഞ്ഞാൽ പച്ചക്കറിനെ കഴിക്കാൻ തോന്നും. അത്രയ്ക്ക് ഭംഗിയോടെ ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നല്ല വൃത്തിയുടെ കാര്യത്തിലും ഇവർ വളരെ ഏറെ ശുചിത്വബോധമുള്ളവരാണ്. ഇതോടെ ഇന്നത്തെ കാഴ്ചകൾക്ക് വിരാമമാവുകയാണ്. അപ്പോൾ അടുത്ത കാഴ്ചകളുമായി നാളെ കാണാം. വീണ്ടും ആഘോഷത്തിമുറിപ്പിലേക്ക് നമ്മൾ പോവുകയാണ്.